എനിക്ക് നിങ്ങളിലും ഇപ്പോൾ ഒരു അരിപ്പൊടി കൈവച്ച് തന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ മിക്ക ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ പുട്ടായിരിക്കും. ഞങ്ങളിപ്പോൾ ഇഡ്ഡലി കഴിക്കില്ല, ദോശ കഴിക്കില്ല, അപ്പം കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്നും പുട്ടാണ് ഉണ്ടാക്കുക. അമ്മ അവർക്കൊക്കെ വേണ്ടി ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ അരിപ്പുട്ട് അവർക്ക് വലിയ പ്രിയമല്ല. പിന്നെ ഞാൻ ചക്കയ്ക്ക് എറിഞ്ഞ് ബീട്രൂട്ട് തോരത്തിനും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീനും എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ച് ഞാൻ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനാണ് കിച്ചൺ ഡ്യൂട്ടി ഫുള്ള്. കാര്യം അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ മടിയുടെ മെയിൻ കാരണം ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടെ അമ്മയും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരാണല്ലോ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ മടിച്ചിരിക്കാം. പക്ഷെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എല്ലാ ജോലിയും നമ്മളാണ്. അതുകൊണ്ട് നമുക്ക് ബാക്കിലോട്ട് വലിയാൻ പറ്റില്ല. താങ്ങാനൊരാളുണ്ടെങ്കിൽ നമ്മൾ മടിക്കുമെന്ന് പറഞ്ഞത് ശരിയല്ലേ. കുറച്ച് ചാളെടുത്ത് ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചാള കൂട്ടാൻ വെച്ച ചാള വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോഴത്തേക്ക് ചക്ക റെഡിയായി, തോരനും അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ചക്ക ഇറക്കിയിട്ട് ഞാൻ അതിലോട്ട് അങ്ങ് മീൻ പൊരിക്കാനായിട്ട് വെച്ചു. നല്ല നെയ്യുള്ള മീനായിരുന്നു കേട്ടോ. പൊരിക്കാൻ പറ്റുന്ന നെയ്യൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഫുൾ ഡ്യൂട്ടി ചെയ്യുന്ന എനിക്കാണല്ലോ. അപ്പം ഞാൻ മീൻകറി വയ്ക്കുമ്പോൾ മീൻ അരയ്ക്കുമ്പോൾ എല്ലാം ഞാൻ എൻ്റെ ഇഷ്ടത്തിനേ ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഓരോ വീട്ടിലും പല സ്റ്റൈലിലാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വേറെ രീതിയിലായിരിക്കും, ഇവിടെ അമ്മ വേറെ രീതിയിലായിരിക്കും. ഇവർ രണ്ടുപേരെയും പോലെയല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനായിരിക്കും ചെയ്യുന്നത്. മീൻകറി ലൈറ്റായിട്ട് കുറച്ച് വറ്റിയിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം ഞാൻ പാത്രമൊക്കെ കഴുകി, കുറേ പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി അടുക്കളയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടു. അതിനുശേഷം ഇന്ന് എനിക്ക് വേറൊരു വലിയ ടാസ്ക് ഉണ്ട് ഗൈസ്. നാളെ വിഷു ആണല്ലോ, അപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.